ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിപ്പോൾ സംസാരിച്ചത് എങ്ങനെയാണ് 2 ഡേ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ആ 2 ഡേ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനത് വാല്യൂ സിസ്റ്റം ബേസ്ഡാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് 2 ഡേ ലിസ്റ്റ് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രം മതിയാവില്ല. വൈകിട്ട് ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യണം. ഡെയിലി ജേണൽ പറയും, അത് നമ്മുടെ ഒരു ഡയറിയാണ്. ആ ഡയറി കുറിപ്പിൽ ഈ പറഞ്ഞ 2 ഡേ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ എന്തെല്ലാം ചെയ്തു, അതിൽ പെൻഡിങ് എന്തെല്ലാം ഉണ്ട്, അത് നെക്സ്റ്റ് ഡേക്ക് മാറ്റണം. അത് പ്രിയോറിറ്റൈസ് ചെയ്ത് വേണം ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ ഇത് നാളേക്ക് മാറ്റണോ വേണ്ടയോ, അല്ല ഡെഫർ ചെയ്യാവോ, 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ള ആ വിലയിരുത്തൽ അത് നിങ്ങളാണ്. പക്ഷേ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ എഴുതി വയ്ക്കണം. ഇന്നെന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, കാരണം അതിൽ പെൻഡിങ്ങുകൾ കാണും, അത് പിറ്റേന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ അത് പ്ലാൻ ഔട്ട് ചെയ്യണം. ഈ ജേർണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ പ്രയോജനകരമായിരിക്കും. ഈവൻ നമ്മൾ ആരോട് എന്ത് സംസാരിച്ചു എന്ന് വരെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത് പലപ്പോഴും എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ, എഴുതാതെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിൽ നിൽക്കില്ല. വേറൊരാൾ ആർഗ്യുമെൻറ്റിന് വരുമ്പോൾ നമുക്ക് ആർഗ്യുമെൻ്റ് സമയത്ത് നമ്മുടെ ഈ ജേർണൽ എടുത്ത് നമ്മൾ എന്ത് സംസാരിച്ചു, അവരെപ്പോൾ വന്നു, എന്ത് സംസാരിച്ചു, എന്തായിരുന്നു അവർ പറഞ്ഞ ടേംസ്, അവരുടെ കൂടെ ആരുണ്ടായിരുന്നു, ഏത് സമയത്താണ് സംസാരിച്ച് എന്നെടുത്ത് റെക്കോർഡിക്കൽ പ്രൂഫ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർഗ്യുമെൻറ്റ്സിന് ഒരു വഴിയുമില്ല. പിന്നീട് അവർക്ക് മനസ്സിലാകും നമുക്ക് ഇത് വെൽ അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ അവർ തന്നെ സോറി പറഞ്ഞ് പോവും. ഇത് രീതിയിൽ പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുമുണ്ട്. ഞാനത് ഈ ജേർണൽ ബേസ് ചെയ്താണ് എനിക്കവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യാനും സക്സസ് ആകാനും കഴിഞ്ഞത്. സോ ഇത് നിങ്ങളും ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് എവരി വീക്കെൻഡ് ഇരുന്നു കൊണ്ട് അനലൈസിങ് നടത്തണം. നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തു, അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വാല്യൂ സിസ്റ്റം പ്രകാരമാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ല അതിൽ ഡീവിയേഷൻ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എന്താ പ്ലാൻ ചെയ്തത്, എന്ത് നടപ്പായി, ഇനി എന്ത് പെൻഡിങ്, ഇതിനെ ബേസ് ആയിരിക്കും അടുത്ത ആഴ്ചത്തെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും 12 മാസമാണ് ഒരു വർഷമെങ്കിൽ നിങ്ങൾക്കത് 13 മാസമായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക. അതായത് റിലയൻസിൻ്റെ സിസ്റ്റമും അതേ തന്നെയാണ്. 13 മാസമാണ് റിലയൻസിൻ്റെ സിസ്റ്റവും അവർ വെച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും 12 മാസമേ ലഭിക്കുള്ളൂ അവരുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ് നടത്താനെങ്കിൽ നിങ്ങൾക്ക് 13 മാസം ലഭിക്കും അച്ചീവ്മെൻറ്റ് നടത്താൻ. അതായത് 26th നിങ്ങൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 1-ാം തീയതി തന്നെ എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാനും കഴിയും. ഇതുകൊണ്ടാണ് അവരും 13 മാസമായിട്ട് അത് വെച്ചിരിക്കുന്നത്. സോ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു, അല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല. ഞാൻ അത്രയും വലിയൊരു എക്സ്പേർട്ടല്ല, അല്ലെങ്കിൽ എന്നെ ഒരു മാസ്റ്ററായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ട്രെയിനറല്ല, അല്ലെങ്കിൽ ഞാനൊരു മോട്ടിവേറ്റഡ് സ്പീക്കറല്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം പറയാൻ പറ്റും, മറ്റെല്ലാവരിനും ഉപരി 40 ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്ത എൻ്റെ അനുഭവം, എല്ലാ ഇൻഡസ്ട്രിയിലും ഞാൻ പ്രാക്ടിക്കലായി വർക്ക് ചെയ്ത അനുഭവം എന്നെ മാതിരി മറ്റൊരാൾക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊരു വലിയൊരു വിജയമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ആ തെറ്റ് ചെയ്തത് ഇനി ഒരുത്തർ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. കാരണം നമ്മൾ ഒരു കമ്പനിയിൽ പോയി ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വളർന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് കമ്പനിയിൽ ജോയിൻ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്നത് വെറും തെറ്റായ ഒരു പ്രവണതയായിരുന്നു ഞാൻ കൈക്കൊണ്ടത്. എന്നാൽ ഞാൻ തെറ്റായ പ്രവണത കൈക്കൊള്ളാതെ കോമ്പറ്റേറ്റർ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്ത് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിച്ചതാണെങ്കിൽ ഞാൻ എൻ്റെ നിലപാട് ജീവിതത്തിൽ വലിയൊരു നിലയിൽ ഞാൻ എത്തിക്കാണും. പക്ഷേ അതെനിക്ക് എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും ചെറിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഇൻഡസ്ട്രിയിൽ എനിക്ക് കയറിപ്പറ്റാൻ പറ്റി എന്നുള്ള ഒരു ചെറിയ സന്തോഷമുണ്ട്. ആ സന്തോഷം ഫിനാൻഷ്യലി എന്നെ താഴ്ത്തി എന്നല്ലാതെ ഫിനാൻഷ്യലി എന്നെ പൊക്കിയിട്ടില്ല. അക്കാര്യം എനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സ് പൊട്ടിക്കരയാനാണ് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ ശമ്പളം കൊണ്ടും ഭാര്യയുടെ സഹായം കൊണ്ടും മാത്രമാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്. വർഷങ്ങൾ എനിക്ക് ജോലി ഇല്ലാതിരിക്കേണ്ട കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കോമ്പറ്റേറ്റർ ഇൻഡസ്ട്രിയിൽ പോകാതെ വേറെ ഒരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ അവർ പെട്ടെന്ന് നമ്മൾ ആ ഇൻഡസ്ട്രി സ്വീകരിക്കില്ല.
അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് വേണം ജോലിയിൽ കയറാൻ. കയറി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് താല്പര്യമുണ്ടാകും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സ് എന്ന കമ്പനിയിൽ, അതായത് എനിക്ക് ഒരനുഭവമില്ലാതെയാണ് ഞാനൊരു ടെക്നിക്കൽ പ്രോഡക്റ്റിലേക്ക് എൻ്റർ ആകുന്നത്. ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിൽട്രേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫിൽട്ടർ ചെയ്യാനും, അതുമാതിരി സുവേജ് പ്ലാന്റിൽ, ഫ്ലൂമെറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പവർ ജനറേഷൻ പ്ലാന്റിൽ, ഇവിടെയൊക്കെയാണ് നമ്മളിത് ഇൻഡസ്ട്രിയൽ ട്രെയിനർ. നമ്മൾ കാപ്പി ഫിൽറ്ററുമാതിരി നമ്മൾ ഫിൽറ്റർ വന്ന് വലിയ ഫിൽറ്റേഴ്സാണ് ഇത് ഉപയോഗിക്കുക. അതാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് കൂടുതൽ നോക്കി അറ്റ്നോക്ക്, അബുദാബി, ലക്നോക്ക് എന്നുള്ള കമ്പനികളെല്ലാം ഇത് വളരെ ഉപയോഗിക്കും. അതല്ലാതെ കൂടുതലായിട്ടും പവർ ജനറേഷൻ പ്ലാന്റ്സിൽ ഇത് വേണം. നിറയെ അതിൻ്റെ ആവശ്യങ്ങൾ ഒരുപാടുള്ളതാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എല്ലാത്തിനും വളരെ വളരെ ഉപകാരമുള്ളത് തന്നെയാണ് ഈ സംഭവം. സോ അത് കയറി ഞാൻ പോയി അതിനെപ്പറ്റി ആദ്യം അത് പഠിച്ചെടുത്തു. ആ സ്ട്രെയിനേഴ്സിൻ്റെ ഫാബ്രിക്കേഷൻ എങ്ങനെ നടക്കുന്നത്, ഏത് ഗേജിലാണ് ഫിൽട്ടർ ചെയ്യുന്നത്, എന്ത് മെഷാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ അതിൽ മാസ്റ്ററായി തന്നെ ആകണം. അത് പഠിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഏത് ഇൻഡസ്ട്രിയിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫാക്ടർ, എങ്ങനെയാണ് ഓപ്ഷൻ നടക്കുന്നത്, അല്ല ഓപ്ഷൻ്റെ പരിമിതികൾ, ടെൻഡർ എങ്ങനെ വിളിക്കുന്നത്, ടെൻഡറിൽ എങ്ങനെ നമുക്ക് ടെൻഡറിൽ ജയിക്കാൻ പറ്റും, ആരെ അത് ഇൻഫ്ലുവൻസ് ചെയ്താൽ ജയിക്കാൻ പറ്റും, ഇത് ആർക്കെല്ലാം ആവശ്യമാണ്, കമ്പനിയിൽ ഇന്ന് ഇല്ലാത്ത പുതിയ ക്ലയൻസിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഈ രീതിയിലുള്ള പ്രവർത്തനമാണ്. പക്ഷേ അതവിടെ പോയി അവരോട് പല രീതിയിലാണ് അതിൻ്റെ ഇൻഫ്ലുവൻസിങ് വരുന്നത്. ടെൻഡർ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ യൂസർ എടുത്ത് കാണണം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണണം, ടെൻഡർ ഇഷ്യൂ നാളെ കാണണം. കാരണം ടെൻഡർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നിരവധി ആളുകളുമായി സമ്പർക്കം പുലർത്തിയിട്ടാണ് ആ ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സിലെ വിജയഗാഥ ഞാൻ സൃഷ്ടിച്ച് പുറത്തു വന്നത്. താങ്ക് യു.